Next is law of conservation of linear momentum in system of particles. ഇതാണ് പഠിക്കാൻ പോകുന്നത്. Law of conservation of linear momentum in system of particles. മൊമെൻറ്റം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. മൊമെൻറ്റം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഒരു ബോഡിയുടെ മാസ് എമ്മും വെലോസിറ്റി വി ആണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? ദ സ്ട്രെങ്ത് ഓഫ് ദ മോഷൻ, അതാണ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഇൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. വെൻ ദ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ 0, then the total linear momentum of the system is constant അല്ലെങ്കിൽ കൺസേർവ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ടാക്കി വെക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതേണ്ടത്. ഇതെന്താണെന്ന് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടിയും വായിക്കാം. വെൻ ദ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഈസ് 0, then the total linear momentum of the system is constant. അതായത് ഇപ്പോൾ ഒരു മാസ് ഉണ്ടെന്ന് വിചാരിക്കുക M1. ഇത് ഇനീഷ്യലി ഇതിൻ്റെ വെലോസിറ്റി U1 ആയിരുന്നു. കുറേ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളാണുള്ളത്. അതിനകത്തുള്ള ഒരു മാസാണ് ഈ കാണുന്നത്. ഇതേപോലെ കുറേ മാസുകളുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. M1 എന്ന് പറഞ്ഞൊരു മാസ് ഇനീഷ്യലി അതിൻ്റെ വെലോസിറ്റി U1 ആയിരുന്നു. അതേപോലെ വേറൊരു മാസ് M2 ഉണ്ട്. ഇനീഷ്യലി അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി U2. അതേപോലെ M3 വിത്ത് വെലോസിറ്റി U3 എക്സിട്ര. ഇനിയും വരാം. ഇങ്ങനെ കുറേ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരു സിസ്റ്റത്തിനുള്ളിൽ ഇതേപോലെ കുറേ മാസുകളുണ്ട്. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് ടൈം ഈക്വൽ ടു 0 ആകുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാനിതിൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നില്ല. ഇൻറ്റേർണലി എന്തെങ്കിലും വല്ല ഫോഴ്സ് ഉണ്ടെങ്കിലായി, അല്ലാതെ എക്സ്റ്റേണലി പുറത്തുനിന്ന് ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നില്ല. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇൻറ്റേർണലി എന്തെങ്കിലും രീതിയിലുള്ള വല്ല എക്സ്പ്ലോഷനോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇതിൻ്റെ വെലോസിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരാം. എക്സ്റ്റേണലായിട്ട് ഞാനൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇൻറ്റേർണലി എന്തെങ്കിലും ഒരു കോൺഫിഗറേഷൻ ചേഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു എക്സ്പ്ലോഷനോ എന്തോ നടന്നിട്ട് ഇതിൻ്റെ വെലോസിറ്റിയിൽ ചേഞ്ച് വന്നു എന്ന് വിചാരിക്കുക. എക്സ്റ്റേണലി ഞാനൊരു ഫോഴ്സും കൊടുക്കുന്നില്ല. ഇൻറ്റേർണലി ദർ മേ ബി ഫോഴ്സ്. അത് കാരണം ഇത് M1ൻ്റെ വെലോസിറ്റി V1 ആയി മാറി. U ആയിരുന്നു ഇനീഷ്യൽ വെലോസിറ്റി, പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ V1 ആയി മാറി ഫൈനൽ വെലോസിറ്റി. അതേപോലെ M2 എന്ന് പറഞ്ഞ മാസിൻ്റെ ഇനീഷ്യലി U2 ആയിരുന്നു വെലോസിറ്റി, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി V2 ആയി മാറി ഫൈനൽ വെലോസിറ്റി. അതേപോലെ M3 എന്ന് പറഞ്ഞ വേറൊരു മാസ്, അതിൻ്റെ ഫൈനൽ വെലോസിറ്റി V3 ആയി മാറി. എക്സ്റ്റേണലി യാതൊരു ഫോഴ്സും കൊടുക്കുന്നില്ല. ഇൻറ്റേർണലി ദർ മേ ബി ഫോഴ്സ്. അത് കാരണം അതിൻ്റെ വെലോസിറ്റിയിൽ കുറച്ച് ചേഞ്ചസ് വന്നു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നില്ലല്ലോ, പുറത്തുനിന്ന് ഞാൻ പിടിച്ച് തള്ളുകയോ ഒന്നും ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നില്ലെങ്കിൽ ഈ ലോ പറയുന്നത് ടോട്ടൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റം എന്താണ്? M1ൻ്റെ മൊമെൻറ്റം എന്താണെന്ന് അറിയാമോ? M1 ഇൻറ്റു U1, മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? M1 ഇൻറ്റു U1 വെക്ടറായിട്ട് എഴുതണേ. വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ. പ്ലസ് അടുത്തത് M2ൻ്റെ മൊമെൻറ്റം M2 ഇൻറ്റു U2, M2 ഇൻറ്റു U2. അതുപോലെ M3യുടെ മൊമെൻറ്റം M3 ഇൻറ്റു U3. ഇതാണ് ഇനീഷ്യൽ മൊമെൻറ്റം. ഇതെന്തിനോട് ഈക്വലായിരിക്കും? ഫൈനൽ മൊമെൻറ്റത്തിനോട് ഈക്വലായിരിക്കും. ഫൈനൽ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ M1 ഇൻറ്റു V1 അല്ലേ? M1 ഇൻറ്റു V1 പ്ലസ് പിന്നെ അടുത്ത ആളുടെ മൊമെൻറ്റം M2 V2 പ്ലസ് M3 V3. അതായത് ടോട്ടൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്.
ഇനീഷ്യൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം, നമ്മളിതിനെ ലീനിയർ മൊമെൻറ്റം എന്നാണ് പറയാറ്. ഇനീഷ്യൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഈക്വൽ ടു ഫൈനൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം, അത് അറിഞ്ഞിരിക്കണം. ഓക്കെ.